അങ്ങനെ ഇന്നതാ ഞാൻ UK തിരിച്ചു പോകുന്ന ദിവസമാണ്. ഞാനും സിസ്റ്റേഴ്സും ഉമ്മച്ചിയും ഷാഹിയും കൂടെയാണ് നമ്മളെല്ലാരും കൂടെ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രി 8:30 കാലിക്കറ്റിൽ നിന്നായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. നമ്മൾ അങ്ങനെ ഏകദേശം ഒരു 6:30 ആയപ്പോൾ എയർപോർട്ടിലെത്തി. പോകുന്നത് എല്ലാവർക്കും ഇച്ചിരി വിഷമമുള്ള കാര്യമാണെങ്കിലും ക്യാമറ കൊണ്ടുവരുമ്പോൾ എല്ലാവരും നല്ല പോസൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഹൈമിയൊക്കെ അതേ ഫ്ലൈറ്റ് കയറിയോടൊക്കെ ട്രിപ്പ് പോവാണെന്നുള്ള മൂഡിലാണ് നിൽക്കുന്നത്. എന്റെ പെട്ടി ഇച്ചിരി ഓവർ വെയിറ്റ് ആയിരുന്ന കാരണം ഞാൻ വീട്ടിൽ നിന്ന് റാപ്പ് ഒന്നും ചെയ്യാതെയാണ് കൊണ്ടുവന്നിരുന്നത്. എങ്ങാനും വല്ല സാധനങ്ങളും അഴിപ്പിച്ച് എടുക്കാൻ പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് എയർപോർട്ടിനുള്ളിൽ കയറിയിട്ടാണ് ഞാൻ പെട്ടി റാപ്പ് ചെയ്തത്. ഇതിനകത്തുനിന്ന് ഇങ്ങനെ റാപ്പ് ചെയ്യണമെങ്കിൽ ഒരു ട്രോളിക്ക് 300 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഞാൻ ആക്ച്വലി ചെക്കിന് കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് പെട്ടെന്നൊന്ന് പെട്ടി റാപ്പ് ചെയ്തോട്ടെ എന്നും പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ വന്ന് റാപ്പ് ചെയ്തത്. അങ്ങനെ ഇതാ എന്നെ യാത്രയൊക്കെ അവരെല്ലാരും പോയി. ടൈം ആയി ഏകദേശം. നമ്മളിതാ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എല്ലാവരെയും വിട്ടു പോകുന്നതിന്റെ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും UK പോകുന്ന എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എത്തിഹാദ് എയർവേസ് ആണ് നമ്മുടെ ഫ്ലൈറ്റ്. പക്ഷെ നമുക്ക് ഇവിടുന്ന് കാലിക്കറ്റ് നിന്ന് അബുദാബി വരെ ഉള്ളത് നമുക്ക് എയർ അറേബ്യ ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം എയർ അറേബ്യയിൽ ട്രാവൽ ചെയ്ത സമയത്ത് ഒരു വിസ്താരമൊന്നും ഇല്ലാത്തൊരു ഫ്ലൈറ്റ് ആയിരുന്നു. പക്ഷെ ഇത് അത്യാവശ്യം നല്ല വീതി വിസ്താരമൊക്കെ ഉള്ള നല്ലൊരു പുതിയ ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പൊ അതാ വിൻഡോ സീറ്റ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഭാഗ്യത്തിന് അയൽ സീറ്റെങ്കിലും കിട്ടി. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഞാനൊരു ചിക്കൻ ആൽഫ്രഡോ പാസ്തയാണ് ഓർഡർ ചെയ്തത്. ഫുഡ് ഫ്രീ അല്ലായിരുന്നു, ഇതിൽ ക്യാഷ് കൊടുക്കേണ്ടി വന്നു. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എയർ അറേബ്യന്ന് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടിയിരുന്നു. ഇപ്രാവശ്യം എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല. എയർ അറേബ്യയുടെ ഫ്ലൈറ്റ് ആയിരുന്നെങ്കിലും ഓപ്പറേറ്റഡ് ബൈ ഇൻഡോ തായ് എന്ന് കണ്ടായിരുന്നു. ഇനി മേ ബി അതുകൊണ്ടാണോ ചാർജ് ചെയ്തത് എന്നും എനിക്ക് ഡൗട്ട് ഉണ്ട്. അങ്ങനെ ഇതാ നമ്മൾ അബുദാബി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 2-2.5 മണിക്കൂറാണ് ലേ ഓവർ ഉള്ളത്. അബുദാബി എയർപോർട്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അടിപൊളി എയർപോർട്ടാണിത്. ഇവിടെ എത്ര അധികം സമയം കിട്ടിയാലും കറങ്ങി നടന്ന് തീരാത്ത അത്രയും ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം കാണാൻ നല്ല രസമാണ്. ഇവിടുന്ന് മെയിൻ ആയിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് പെർഫ്യൂംസ് ഒക്കെ ട്രൈ ചെയ്യലൊക്കെയാണ് എന്റെ പരിപാടി. ഇത് കാരോലിന ഹെർറയുടെ ഒരു പുതിയ പെർഫ്യൂമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ബോട്ടിലൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ എനിക്ക് സ്മെൽ അത്രക്ക് പിടിച്ചില്ല. പിന്നെ അതെ ഈ ഒരു ഷോപ്പിനകത്ത് ഫുൾ ലക്ഷൂറിയസ് ഐറ്റംസ് ആണ് കേട്ടോ. ഫുൾ ലൂയി വിത്തോന്റെയും പിന്നെ ലബൂബുവിന്റെ ഒക്കെ കോംബോയിൽ വരുന്ന ബാഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിരുന്നു എല്ലാം കാണാനൊക്കെ. പക്ഷെ ഭയങ്കര റേറ്റുള്ള സാധനങ്ങളുമാണ് ഇതെല്ലാം. പിന്നെ നേരെ സ്റ്റാർബക്സിൽ പോയി ജസ്റ്റ് ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളൊരു കാരമൽ ഫ്രാപ്പുച്ചീനോ പറഞ്ഞു. ഇതെന്റെ ഫേവറേറ്റ് ഫ്ലേവർ ആണ് കേട്ടോ. ഞാൻ എപ്പോൾ സ്റ്റാർബക്സിൽ കയറിയാലും ഈ ഒരു ഫ്രാപ്പുച്ചീനോ, ഈ ഒരു കാരമൽ ഫ്രാപ്പുച്ചീനോ ആണ് ഓർഡർ ചെയ്യാറ്. ഇതാ നമ്മുടെ ലേ ഓവർ കഴിഞ്ഞു. നമ്മളിതാ ഇനി അടുത്ത ഫ്ലൈറ്റിൽ കയറുകയാണ്. ഇതിലിനി ഒരു നീണ്ട യാത്രയാണ് കേട്ടോ. ലണ്ടനിൽ എത്തണം എന്നുണ്ടെങ്കിൽ 7 മണിക്കൂർ നമുക്ക് ഈ ഫ്ലൈറ്റിൽ ഇരിക്കണം. നല്ല ഒടുക്കത്തെ ഭാഗ്യാന്ന് പറയാലോ. എന്റെ ലൈഫിൽ ഇത്രയും വൃത്തിയായിട്ട സീറ്റ് എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ഫ്ലൈറ്റ് ജേണിക്ക് കിട്ടുന്നത്. 4 പേരിരിക്കുന്ന നടുക്കിലത്തെ റോയിലെ സീറ്റില് അതിലും നടുക്കിലാണ് എന്റെ സീറ്റ് കിട്ടിയത്. വിൻഡോ സീറ്റും കിട്ടിയില്ല, അയൽ സീറ്റും കിട്ടിയില്ല. എന്റെ അമ്മയെ ഈ ഒരു സീറ്റിലിരുന്ന് ഞാൻ എങ്ങനെ 7 മണിക്കൂർ തീർക്കും ആലോചിച്ച് എനിക്ക് ഓർത്തിട്ട് കരച്ചിൽ വരുമായിരുന്നു. പിന്നെ രാത്രിയിലെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് കുറച്ച് നേരം ഉറങ്ങിയും പിന്നെ കുറച്ചു നേരം ഞാൻ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവരുന്ന സീരീസ് കണ്ടൊക്കെ അങ്ങോട്ട് ടൈം തീർത്തു. പിന്നെ കുറെ നേരം ഈ സ്ക്രീനിൽ തോണ്ടിയും കളിച്ചിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം ലാൻഡ് ചെയ്യാറായി. ലണ്ടനിലെ ടൈം 6:51, അതായത് ഒരു 7 മണിയൊക്കെ അവർ ആയപ്പോഴാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് എന്താ കഴിച്ചെന്നുള്ളതിന്റെ വാട്ട് എയ്റ്റ് ഇൻ മൈ ഫ്ലൈറ്റ് ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ആ ഒരു വൃത്തിയട്ട സീറ്റ് കാരണം ഞാൻ കഴിച്ചത് തന്നെ ഒരു നിലയ്ക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യമേ കിട്ടിയില്ല. അടുത്ത തവണത്തെ ഫ്ലൈറ്റ് നമുക്ക് ഇതുപോലത്തെ ഒരെണ്ണം ആവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ലാൻഡ് ചെയ്തേക്കുവാണ്. അപ്പോൾ ബോർഡർ ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇനി നമ്മൾ ബാഗേജ് കളക്ട് ചെയ്യാൻ പോവാണ്. ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കിന് തന്നെ നമ്മുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ അവിടെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു ലോങ് ജേർണി ഫുള്ള് വീഡിയോ പ്രോപ്പറായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.